ഒരു സാധാരണ നാട്ടിൻപുറത്തുകാരനായ ജോസ് ഒരു പ്രശ്നമുണ്ടായാൽ പിന്നോട്ടില്ല എന്ന സ്വഭാവം. ചില സംഭവങ്ങളുടെ പിന്നാലെ അദ്ദേഹം ചെന്നൈയിലേക്ക് പോകുന്നു. അവിടെ നിന്നും കഥ മറ്റൊരു വലിയ പ്രശ്നത്തിലേക്ക് എത്തുന്നു. മിഥുൻ മാനുവൽ എഴുതി വൈശാഖ് സംവിധാനം ചെയ്ത മമ്മൂക്കയുടെ ടർബോ നല്ലൊരു ആക്ഷൻ മാസ് രീതിയിൽ എടുക്കേണ്ട സിനിമ കോമഡി ഉൾപ്പെടുത്തി കുളമാക്കിയെന്ന് വേണം പറയാൻ. ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരുന്ന് കണ്ട സിനിമ എഴുത്തിൽ പാളിപ്പോയ ഒരു സിനിമ. വൈശാഖിന്റെ മേക്കിംഗ് എനിക്ക് ഇഷ്ടമാണ്. ഇതിലും മേക്കിങ്ങിൽ ഒരു കുറവും തോന്നിയിട്ടില്ല. ഫൈറ്റ് ആണെങ്കിലും ഇക്ക നല്ല എനർജിയിൽ നന്നായി ചെയ്തിട്ടുണ്ട്. പക്ഷേ പറഞ്ഞിട്ടെന്താ കാര്യം, തിരക്കഥ മോശമായാൽ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. എന്നാൽ അത്ര മോശം പടമായി തോന്നിയിട്ടുമില്ല. ചില സീനുകളും ഫൈറ്റുമൊക്കെ ഇപ്പോഴും കാണാറുണ്ട്. തിരക്കഥയോടൊപ്പം ഏറ്റവും വലിയ പോരായ്മയായി തോന്നിയത് സിംഗ് സൗണ്ട് ആണ്. ഇതുപോലൊരു പടത്തിൽ അതും മമ്മൂക്ക കൂടെ ആകുമ്പോൾ ഡബ്ബിംഗ് ആണ് വേണ്ടത്. നമ്മൾ പടം കാണാതിരിക്കുമ്പോൾ ലുക്കും ട്രെയിലറും ഒക്കെ കണ്ട് കുറച്ച് മാസ് ഡയലോഗൊക്കെ പ്രതീക്ഷിക്കും. പക്ഷേ എടുത്തു പറയത്തക്ക നല്ലൊരു ഡയലോഗ് ഹീറോയ്ക്കില്ല, അവസാനം പറയുന്ന ഒരു ഡയലോഗ് ഒഴിച്ച്. ജോസ് അവിടെ എത്തേണ്ട സാഹചര്യം മറ്റൊരു രീതിയിലാക്കി എടുക്കാമായിരുന്നു. ഇത് നമുക്ക് കണക്റ്റ് ആകുന്നില്ല. ശബരീഷിന്റെ കഥാപാത്രമൊക്കെ മരിക്കുന്നത് പോലും വെറുതെ കണ്ടിരിക്കാം, അത്രേ ഉള്ളൂ. ആ കഥാപാത്രത്തിന് വേണ്ടി ജോസ് വില്ലന്മാരെ എല്ലാം തീർക്കണമെന്ന് നമുക്ക് പോലും തോന്നില്ല. പടം തുടങ്ങുമ്പോൾ വലിയ എന്തോ വരാൻ പോകുന്നുവെന്ന് നമുക്ക് സൂചന തന്നിട്ട് അത് വെറും ആശ മാത്രമാക്കി അവസാനിപ്പിക്കും. ബിന്ദു ചേച്ചി നൈസായിരുന്നു. രാജ്വി ഷെട്ടിയും കബീർ സിംഗും ഒക്കെ വൻ ഹൈപ്പിൽ വരുമെങ്കിലും അവസാനം എന്തൊക്കെയാവും. മമ്മൂക്ക കഷ്ടപ്പെട്ടത് വെറുതെയായി. എന്തായാലും ഫൈറ്റ് എല്ലാം ഒരു ലക്ഷ്യമില്ലാത്ത സാധനമായിരുന്നു. അതേപോലെ മമ്മൂക്ക വന്നിറങ്ങുന്ന ഈ സീനും ഫൈറ്റും ആ ബീജിയമും കൊടുത്ത പൈസയ്ക്ക് മുതലായി.